പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നവീകരിക്കണം. ഒറ്റയാൾ സമരവുമായി OP അശോകൻ. നെയ്യാറ്റിൻകര പള്ളിവിളാക റോഡിലെ കൂട്ടപ്പന ക്ഷേത്രം റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യവുമായി നെയ്യാറ്റിൻകര നഗരസഭ ചെയർപേഴ്സന്റെ ചേംബറിന് മുന്നിൽ പൊതുപ്രവർത്തകനായ OP അശോകൻ നിരാഹാര സമരം നടത്തി. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി റോഡ് കുഴിച്ച ശേഷമാണ് റോഡ് പൂർണ്ണമായും തകർന്നതെന്ന് OP അശോകൻ ആരോപിക്കുന്നു. ഏറെ നാളായി റോഡ് ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലാണെന്നും ഇതുമൂലം പ്രദേശവാസികൾ വലിയ യാത്രാ ദുരിതമാണ് അനുഭവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. റോഡ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പലതവണ നഗരസഭയിൽ പരാതി നൽകിയിരുന്നു. ഇതിനു പുറമെ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നെങ്കിലും ഇതുവരെയും ഫലപ്രദമായ നടപടി ഉണ്ടായില്ലെന്ന് ആരോപിച്ചാണ് OP അശോകൻ നിരാഹാര സമരത്തിലേക്ക് കടന്നത്. സമരവിവരം അറിഞ്ഞ് നഗരസഭാ വൈസ് ചെയർമാൻ KK ഷിബു സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. കൂട്ടപ്പന ക്ഷേത്ര റോഡിന്റെ നിർമ്മാണത്തിനായി നേരത്തെ ടെൻഡർ ക്ഷണിച്ചിരുന്നുവെങ്കിലും കരാറുകാർ ആരും ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ലെന്ന് അദ്ദേഹം അറിയിച്ചു. ടെൻഡർ നടപടികൾ പൂർത്തിയായതിനു ശേഷം ഗൾഫ് മേഖലയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് ടാർ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളുടെ വില ഗണ്യമായി വർദ്ധിച്ചതിനാൽ വകയിരുത്തിയ തുക അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കരാറുകാർ പ്രവൃത്തി ഏറ്റെടുക്കാതിരുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇതിനാൽ റോഡിന്റെ പുനർനിർമ്മാണത്തിനായി വീണ്ടും ടെൻഡർ ക്ഷണിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും വൈസ് ചെയർമാൻ അറിയിച്ചു. നാട്ടുകാരുടെ സഹകരണത്തോടെ എത്രയും വേഗം റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് നഗരസഭാ അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് OP അശോകൻ നിരാഹാര സമരം അവസാനിപ്പിച്ചത്. എന്തെങ്കിലും വർക്കെടുക്കണം, ഞങ്ങളുടെ നാടിന്റെ പിന്തുണയുണ്ട്. ചിലപ്പോൾ ഈ സമരവും പ്രക്ഷോഭമൊക്കെ വന്നതിന്റെ ഭാഗമായി ചിലപ്പോൾ കരാറുകാരൻ അവിടെ ചെന്നാൽ ഇനി എന്റെ കട്ടകാലാവോ എന്നൊക്കെ ചിന്തിച്ച് ചിലപ്പോൾ വർക്ക് ചെയ്യാത്ത കൺട്രാക്ടർമാർ കാണാം. അതുകൊണ്ട് അത് ഈ പ്രദേശത്ത് ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള കൂടി ഈ ടെൻഡർ ഇന്ന് മുനിസിപ്പാലിറ്റിക്ക് ടെൻഡർ ഇടണം, ആ ടെൻഡറിൽ അറ്റൻഡ് ചെയ്യണം. ആ ടെൻഡറിൽ അറ്റൻഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് നമുക്ക് വർക്ക് ചെയ്യണമെന്ന് പറയണം. അല്ലാതെ നഗരസഭയുടെ നിങ്ങൾ സമരം നടത്തിയതിനു ശേഷം നഗരസഭ മനഃപൂർവ്വമായി ഇതിൽ വീഴ്ച വരുത്തിയതോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ ഫൈറ്റ് ചെയ്യാത്തതൊന്നുമല്ല. നിങ്ങളെക്കാൾ അപ്പുറത്തേക്ക് ആ റോഡ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടുന്നുള്ള ആഗ്രഹവും ഒക്കെ തന്നെ നഗരസഭയ്ക്കുള്ളത്. അതുകൊണ്ട് ഈ തീരുമാനത്തോട് സഹകരിക്കാം.